കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നിലയിൽ നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോട്ടയം സഭ നടത്തുന്ന ഈ ഓൺലൈൻ വചന പഠനത്തിൽ ഒരു ഭാഗഭാഗിത്വം എനിക്കും ലഭിക്കാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയോടുള്ള വ്യക്തികളോടുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായി തന്നെ അറിയിച്ചു കൊള്ളട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ യൂദായുടെ ലേഖനത്തിലെ അതിവിശുദ്ധ വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ തുടർന്നുള്ള വിഷയങ്ങൾ ഇന്നും നമുക്ക് വിചിന്തനം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് അതിവിശുദ്ധ വിശ്വാസം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉപദേശത്തെക്കുറിച്ചാണ്. തിരുവചന ഉപദേശം. ആ ദൈവവചന ഉപദേശം അതിവിശുദ്ധമാണ്. അത് പരിപാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് യൂദ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് നാം അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അതിലൊന്നാമത്തെ വിഷയമായിട്ട് നാം ചിന്തിച്ചത് ഒരിക്കലായി നമ്മെ ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം അഥവാ ഉപദേശം. ദൈവവചനം ഒരിക്കൽ നമുക്ക് എന്നേക്കുമായി ലഭിച്ചിട്ടുള്ളതാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഈ കാലം, നമുക്ക് തന്നിരിക്കുന്ന കാലഘട്ടങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. അതിലെ രണ്ടാമത്തെ വിഷയമായിട്ട് നാം ചിന്തിച്ചത് ദുരുപദേശത്തിൻ്റെ നുഴഞ്ഞുകയറ്റം എന്ന വിഷയമാണ്. ദുരുപദേശം ഏതാണ്ട് സഭാ സ്ഥാപനത്തെ തുടർന്ന് തന്നെ അധികം താമസിക്കാതെ ആ ദുരുപദേശം നുഴഞ്ഞു കയറുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി. ഒന്നാമതായിട്ട് നുഴഞ്ഞു കയറിയ ദുരുപദേശം പൗരോഹിത്യ മേധാവിത്വം എന്നതാണ്. കർത്താവ് യോഹന്നാനിലൂടെ സഭയ്ക്ക് സന്ദേശം അയക്കുമ്പോൾ എഫെസോസ് സഭയ്ക്കുള്ള സന്ദേശത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, നിക്കോലാവരുടെ ഉപദേശം നീ പകയ്ക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാനും അത് പകയ്ക്കുന്നു. നിക്കോലാവരുടെ ഉപദേശം എന്ന് പറയുന്നത് പൗരോഹിത്യ മേധാവിത്വമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പിന്നീട് നാം കണ്ടത് അറിയൂസിന്റെ കാലത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേശം നുഴഞ്ഞു കയറുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അനേകര് യേശുക്രിസ്തുവിന്റെ ദൈവത്വം അവര് നിഷേധിച്ചു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു എന്ന കാര്യം നാം കാണുന്നുണ്ട്. അതേ തുടർന്ന് കുസ്തന്തീനോസിന്റെ കാലം മുതൽ ധാരാളം ദുരുപദേശങ്ങൾ കയറി വന്ന് 12-ാം നൂറ്റാണ്ട്, 13-ാം നൂറ്റാണ്ട്, 14-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ട് വരെ ആത്മീയത്വം പരിപൂർണമായി നഷ്ടപ്പെട്ട്, ദൈവവചനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട്, മാനുഷിക നിയമങ്ങൾ മാത്രം കൊണ്ടാടുന്ന ഒരു നാമധേയ സംഘമായിട്ട് ദൈവസഭയ്ക്ക് വഴിമാറേണ്ടതായിട്ട് വന്നു എന്ന് നമുക്കറിയാം. എങ്കിലും ദൈവത്തിന് സ്തോത്രം, ആ നാമധേയ സംഘം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ചരിത്രത്തിൽ നാം കാണുന്നത് അവിടെവിടങ്ങളിലായി കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന, സേവിക്കുന്ന, ആരാധിക്കുന്ന ദൈവജനം പാറകളിലും പാറകളുടെ പിളർപ്പുകളിലും ഗുഹകളിലും മറ്റും കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന സഭ ഞാൻ ആകുന്ന പാറമേലാണ്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതുകൊണ്ട് ഇന്നും എന്നും പാതാള ഗോപുരങ്ങൾക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം അജയ്യമായി തുടരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്, ഒരു സംവിധാനമാണ്
ദൈവസഭ എന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നാം കണ്ടത് യേശുക്രിസ്തുവിന്റെ സ്വഭാവഹത്യയാണ്. യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള പഠിപ്പിക്കൽ ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. അതിന്റെ വ്യക്താവ് ആരാണ് എന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൽ വേർപാട് ഉപദേശം പുനഃസ്ഥാപിക്കപ്പെടുവാൻ മുന്നിൽ നിന്ന ദൈവദാസൻ ജയൻ ഡാർബിയുടെ സമകാലികനും തന്റെ സഹപ്രവർത്തകനുമായിരുന്ന ബെഞ്ചമിൻ വിൽസ് ന്യൂട്ടൻ, അദ്ദേഹമാണ് ആ ഉപദേശം കൊണ്ടുവന്നതും ഇന്നും അനേകർ അതിന്റെ വ്യക്താക്കളായിട്ട് നിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും ദൈവത്വത്തെയും നിഷേധിക്കുന്നതാണ് ആ ഉപദേശം. യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം യേശുക്രിസ്തു ദൈവമല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ സർവശക്തനായ ദൈവമാണ്, മഹാദൈവമാണ്, സർവത്തിനും മീതെ ദൈവമാണ് എന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കത് ധാരാളം മതി. ആ കാര്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സർവശക്തനായ ദൈവമാണ് എന്ന് വിശ്വസിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഈ ന്യൂട്ടൺ തന്നെ കൊണ്ടുവന്ന മറ്റൊരു ദുരുപദേശം, നുഴഞ്ഞു കയറി വന്ന മറ്റൊരു ദുരുപദേശം സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും എന്നുള്ളതായി. ഈ കാലഘട്ടത്തിലും അനേകര് ആ നിലയിൽ ആ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യഹൂദന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടിയുള്ള സമയമായിട്ടാണ് ദാനിയേലിനെ അറിയിച്ചിരിക്കുന്നത്. ആ 70-ാമത്തെ ആഴ്ചവട്ടം ദൈവത്തിന്റെ ന്യായവിധി യഹൂദന്റെ മേൽ ചൊരിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വിവരിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ 7 വർഷം അഥവാ 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത്. അങ്ങനെ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ ദൈവത്തിന്റെ ന്യായവിധി ഇസ്രായേലിന്റെ മേൽ ചൊരിയപ്പെടുന്നു. ഇസ്രായേലിന്റെ ന്യായവിധിക്ക് പ്രധാനമായ കാരണം അവരുടെ മശിഹ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നപ്പോൾ അവനെ കൈക്കൊള്ളാതെ അവനെ പിടിച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവനെ ക്രൂശിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവര് പറഞ്ഞത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നാണ്. ആ നിലയിൽ അവരുടെ മക്കളുടെ മേൽ വരുന്ന രക്തം, ആ രക്തത്തിന്റെ കണക്ക് ചോദ്യമാണ് ഈ മഹാപീഡന കാലയളവിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ 70-ാമത്തെ ആഴ്ചവട്ടം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നതാണ് വിഷയം. 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആഴ്ചവട്ടം ഇല്ലെന്നും സഭയുടെ ആരംഭം മുതൽ തന്നെ കഷ്ടമനുഭവങ്ങൾ ദൈവജനത്തിനുണ്ടെന്നും അതിന്റെ തുടർച്ച മാത്രമാണ് യാക്കോബിന് വരുന്ന മഹാകഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഉപദ്രവം എന്നും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്, ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമേ കർത്താവ് വന്ന് തന്റെ സഭയെ ചേർക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ദൈവവചനം നാം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്ക് ഒരു വാക്യം വായിച്ചാൽ മതി. ആ ഒരു വാക്യത്തിൽ നിന്ന്, ഒരു വേദഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ കാര്യം വ്യക്തമാകും. അനേക വാക്യങ്ങൾ വായിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിലേക്ക് ഇപ്പോൾ മുതിരുന്നില്ല. നമുക്ക് സമയപരിമിതിയുണ്ട്. അത് വളരെ വ്യക്തമായി മനസ്സിലാകത്തക്ക നിലയിൽ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ വിഷയം അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അധർമ്മത്തിന്റെ വ്യാപാര ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പക്ഷെ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരണമെങ്കിൽ വഴിയിൽ തടുക്കുന്നവൻ മാറിപ്പോക മാത്രം വേണം. വഴിയിൽ തടുക്കുന്നവൻ മാറിപ്പോകണം.
വഴിയിൽ തടുക്കുന്നവൻ ആരാണ് എന്ന് നമുക്കറിയാം. നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് അയച്ചു തന്നു. പഴയ നിയമകാലത്തൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വരികയും ഓരോ വ്യക്തികളിൽ വ്യാപരിക്കുകയും ഓരോ പ്രത്യേക കാര്യങ്ങൾ നടക്കുകയും അതിനുശേഷം പരിശുദ്ധാത്മാവ് തിരിച്ചു പോവുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. സഭയെ ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭയിലേക്ക് ആളുകൾ ചേർന്ന് വരത്തക്ക നിലയിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപികളുടെ ഹൃദയത്തിൽ ബോധ്യം വരുത്തി കർത്താവിനെ സ്വീകരിക്കുവാനുള്ള മുഖാന്തരം അവർക്ക് ഒരുക്കിക്കൊടുത്ത് അങ്ങനെ അവര് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അനേകർ കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായിത്തീരുന്നു. ആ നിലയിൽ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, സഭയ്ക്ക് ആവശ്യമായ ആത്മീയ പ്രചോദനം ലഭിക്കത്തക്ക നിലയിൽ സഭയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ജോലിയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരുക്കം തീരുമ്പോൾ അതെപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ എന്ന് നാം വായിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ മാത്രം അറിവിൽപ്പെട്ടതും അധികാരത്തിൽപ്പെട്ടതുമായ കാര്യമാണ് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ തിരിച്ച് തന്റെ അടുക്കലേക്ക് വിളിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവസഭയും ഈ ഭൂമിയിൽ ഉള്ളതാണ് അധർമ്മമൂർത്തിക്ക് വെളിപ്പെട്ടു വരുന്നതിന് തടസ്സമായിട്ടുള്ളത്. നമുക്കറിയാം, ദൈവസഭ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഈ നിലയിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഈ ഭൂമി നശിച്ചു പോകുമായിരുന്നു, മാറിപ്പോകുമായിരുന്നു. ദൈവം ഇതിനെ നശിപ്പിച്ചു കളയുമായിരുന്നു. ദൈവം സോദോം ഗൊമോറയെ നശിപ്പിച്ചത് നമുക്കറിയാം. ദൈവം അവിടെ പറഞ്ഞ ഒരു കാര്യം, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ സോദോം ഗൊമോറയെ ഞാൻ നശിപ്പിക്കുകയില്ല. 10 നീതിമാന്മാർ പോലും അവിടെ ഇല്ലാതിരുന്നതാണ് സോദോം ഗൊമോറയെ നശിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ഈ ഭൂമിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ 10 എന്നുള്ള കണക്കല്ല. ദൈവസഭ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ട് ദൈവത്തിന് ഈ ഭൂമിയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, അഥവാ ചെയ്യാൻ മനസ്സില്ല ദൈവത്തിന്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവസഭ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഭൂമിയുടെ ന്യായവിധി നടക്കാത്തത്, ഇവിടെ അനിഷ്ടമായിരിക്കുന്ന അനേക കാര്യങ്ങൾ സംഭവിക്കാത്തത്. ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ഈ ഭൂമി പല പ്രാവശ്യം കത്തി അഴിയത്തക്ക നിലയിലുള്ള ആയുധ ശേഖരണങ്ങൾ അനേക രാജ്യങ്ങളിലുണ്ട്. അതൊന്നും സ്വിച്ച് ഓൺ ചെയ്യപ്പെടാതിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ഭൂമിയോടുള്ള സ്നേഹമാണ്. അതിന്റെ കാരണം ദൈവസഭയാണ്. നമുക്കറിയാം, ദൈവസഭയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ സകല കാര്യങ്ങളും ചെയ്തത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവസഭ രൂപം കൊള്ളുവാൻ വേണ്ടിയാണ്. അത് ദൈവത്തിന്റെ അനാദി നിർണയമായിരുന്നു, ആദിയില്ലാത്ത നിർണയം, നിത്യതയിൽ വെച്ച് ചെയ്ത തീരുമാനമായിരുന്നു. മനുഷ്യന് പാർക്കുവാനായിട്ട് ഭൂമിയെ ദൈവം ഉണ്ടാക്കി. ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി അവൻ സൗരയൂഥം ഉണ്ടാക്കി. ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ദൈവം സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. ഇതെല്ലാം തന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. ആ സഭ ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ കടന്നു പോകാതെ, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന വചനപ്രകാരം ആ സഭ ഒരു പോറൽ പോലും ഏൽക്കാതെ, എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്ന അനുസരിച്ചാണെങ്കിൽ കറ ചുളുക്കം ഒന്നുമില്ലാതെ, അത് ആന്തരികമാണെങ്കിൽ ബാഹ്യമായി സഭയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ന്യായവിധിയിലൂടെ ദൈവം തന്റെ സഭയെ കടത്തിവിടുകയില്ല. ഈ ലോകത്തിൽ ഇസ്രായേലിന്റെ മേൽ ചൊരിയപ്പെടുവാൻ പോകുന്ന ന്യായവിധി സമയത്ത് ദൈവം തന്റെ സഭയെ ഇവിടെ ആക്കാതെ തന്റെ അടുക്കൽ ചേർത്ത് തന്നെ കാത്തുകൊള്ളും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ
കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള സമാഗമനവും സംബന്ധിച്ച്. അപ്പോൾ കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുന്ന ആ വരവിനെ കുറിച്ചാണ് അവിടെ നാം വായിക്കുന്നത്. അതിന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ആ സംഭവിക്കേണ്ട കാര്യങ്ങൾ അവിടെ ഒരു പദപ്രയോഗം നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, പിന്നെ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരണം. അപ്പോൾ നാം വിചാരിക്കുന്നത് സഭ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെടുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ സാധിക്കൂ എന്നാണ്. എന്നാൽ നേരെ താഴേക്ക് വായിച്ചു വരിക, 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത് ഈ ആദ്യമേ സംഭവിക്കണമെന്ന് പറയുന്ന കാര്യം സംഭവിക്കണമെങ്കിൽ, അധർമ്മമൂർത്തി വെളിപ്പെടണമെങ്കിൽ വഴിയിൽ തടുക്കുന്നവൻ മാറിപ്പോകണം. ദൈവാത്മാവ് ദൈവസഭയോടുകൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മാത്രമേ അധർമ്മമൂർത്തിക്ക് വെളിപ്പെട്ടു വരാൻ കഴിയൂ എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവവചനം എത്ര ശ്രേഷ്ഠമാണ്, സത്യമാണ്, അത് നിസ്തുലമാണ്. അത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നമ്മെ വ്യക്തമായി അറിയിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, സഭ ഒരിക്കലും മഹോപദ്രവത്തിലൂടെ കടന്നു പോകുകയില്ല. മഹോപദ്രവം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്, അത് ഉണ്ടാകാൻ പോകുന്നു. അത് അധർമ്മമൂർത്തിയുടെ ഭരണകാലമാണ്. അത് 7 വർഷമാണ്. അതിന്റെ അവസാനത്തിങ്കിൽ കർത്താവ് ഇറങ്ങി വന്ന് യഹൂദ ജനത്തെ രക്ഷിക്കാനായിട്ട് വരികയും തുടർന്ന് തന്റെ രാജ്യം സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവസഭ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന് ഈ ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുകയില്ല. ലോത്തിനോട് ദൂതൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഈ സൊദോം ഗൊമോറ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. അവർ താമസിച്ചപ്പോൾ അവരുടെ കൈക്ക് പിടിച്ച് അവരെ പുറത്താക്കി. വലിയവനായ കർത്താവ് ഇത് തന്നെയാണ് നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്. ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. മാറ്റപ്പെടുമ്പോൾ മാത്രമേ അധർമ്മമൂർത്തിക്ക് വെളിപ്പെട്ടു വരുവാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് നമ്മോട് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അതിനുള്ള കാലം സമാഗതമായിരിക്കുകയാണ്. ആസന്ന ഭാവിയിൽ നമ്മുടെ കർത്താവ് വരും. താനിരിക്കുന്ന ദൈവസിംഹാസനത്തിന്റെ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്താണ്. ആ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് നമ്മെ കൊണ്ടുപോയി ഇരുത്താൻ പോവുകയാണ്. ആ മഹിമാസനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായും ശരിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. സ്വർഗാദി സ്വർഗത്തിനും മീതെയുള്ള സ്വർഗത്തെക്കുറിച്ച് നാം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയ നമ്മുടെ കർത്താവ്, അവിടെയാണ് കർത്താവ് ഇരിക്കുന്നത്. ആ കർത്താവ് ഇരിക്കുന്ന സ്ഥലം മഹിമാസനത്തിന്റെ വലത്തുഭാഗമാണ്. അവിടെയാണ് വരുവനായ കർത്താവ് നമ്മയും കൊണ്ടുപോയി ഇരുത്തുവാൻ പോകുന്നത് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അത് നാം കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൽ നാം ആശ്രയിച്ച് ദൈവവചനം ശരിയായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ ആവശ്യമുണ്ട്. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ഒരു ദുരുപദേശം, ദുരാചാരം എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആഭരണധാരണമാണ്. അത് അത്ര വലിയൊരു വിഷയമാണോ, അതത്രയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. പലരും പറയുന്നത് ആഭരണം എന്നുള്ളത് ഒരു ഉപദേശ വിഷയമേ അല്ല. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പഠിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേണ്ടവർ ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കാതിരിക്കാം. അതത്ര പ്രാധാന്യമുള്ള വിഷയമൊന്നുമല്ല എന്നുള്ളതാണ് ഇന്ന് അനേകര് പറയുന്ന കാര്യം. എന്നാൽ ഈ ഉപദേശം ഇത് ഒരു ഉപദേശമാണെന്നും അതൊരു ദുരുപദേശമാണെന്നും അതൊരു ദുരാചാരമാണെന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ആഭരണം നിമിത്തം ഉണ്ടായിട്ടുള്ള അനർത്ഥങ്ങളെക്കുറിച്ച് പഴയ നിയമഭാഗത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം
ഇതെത്ര ഉപദ്രവകാരിയായിരിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത്. എന്നാൽ അനേക ദൈവദാസന്മാർ ഈ ദുരുപദേശത്തെക്കുറിച്ച് പറയാൻ തയ്യാറല്ല. അവരതിലെ കാര്യങ്ങൾ തുറന്നു പറയുകയോ സാധാരണ ജനത്തെ അത് ബോധ്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ആന്ധ്രാപ്രദേശിലെ അനേക സന്ദർഭങ്ങളിൽ ഞാൻ കടന്നു പോവുകയും കർത്താവിനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അവിടെ ഞാൻ അവരോട് തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വലിയ കോൺഫറൻസുകൾ നടക്കുമ്പോൾ 1000-2000 ആൾക്കാരുള്ള കോൺഫറൻസുകളിൽ ഞാൻ അവിടെ വളരെ വ്യക്തമായി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ആഭരണം അവർ കറുത്ത ചരട് കെട്ടുന്നു, കാലേൽ ഓരോ വിരലേലും അവർക്ക് മോതിരമുണ്ട്, ഇതൊക്കെ മാറ്റേണ്ടതാണ്, ദൈവജനത്തിന് ഇത് യോഗ്യമല്ല, വചനം ഇതിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു വിഷയം, അവരെ പഠിപ്പിച്ച ആളുകൾ, അവരെ രക്ഷയിലേക്ക് നടത്തിയ ആളുകൾ ഇത് പഠിപ്പിച്ചില്ല. ഇതൊരു ഉപദേശ വിഷയമായി കണ്ട് അത് പഠിപ്പിക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. അത് മുഖാന്തരം അവർക്കത് അറിഞ്ഞുകൂടാ, ഇന്നും അവരത് ധരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിലായാലും കേരളത്തിന് പുറത്ത് എവിടെ ചെന്നാലും അവിടുത്തെ ദൈവജനമെല്ലാം ഈ നിലയിൽ ആഭരണം ധരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ദൈവദാസന്മാരും ആളുകളും പറയുന്നത്, നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ അവരുമായിട്ടല്ലേ കൂട്ടായ്മ സംബന്ധിക്കുന്നത്, പിന്നെ ആഭരണധാരണത്തെക്കുറിച്ച് അത്രയും ഗൗരവമായിട്ട് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ് അവരുമായിട്ട് ആ നിലയിൽ നമുക്ക് സഹകരിക്കേണ്ടി വന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ ദൈവദാസന്മാർ, അവിടെ പോയി പ്രവർത്തിച്ചവർ അവരെ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയില്ല. അത് തെറ്റാണെന്നുള്ള ബോധ്യം അവർക്ക് വരുത്തിയില്ല. അവിടെയാണ് അതിന്റെ പരാജയം സംഭവിക്കുന്നത്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഇത് ഒരു ഉപദേശ വിഷയമാണ്, ഇതൊരു ദുരാചാരമായിട്ടാണ് ഇത് ദൈവജനത്തിന്റെ ഇടയിലുള്ളത് എന്നാണ്. 2 അപ്പോസ്തലന്മാർ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2 അപ്പോസ്തലന്മാർ എഴുതിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട 2 അപ്പോസ്തലന്മാർ, അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ ആഭരണത്തിനെതിരായിട്ട് അത് പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർന്ന് ആഭരണത്തിന് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റു ചില അനാവശ്യമായ അലങ്കാരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നാം ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്ര അലങ്കരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അലങ്കരിക്കേണ്ടത് എന്തിനെ കൊണ്ടാണ്? അലങ്കരിക്കാൻ പാടില്ലാത്തത് എന്താണ്? പിന്നെ തലമുടി എന്ന് പറയുന്നത് അനാവശ്യമായ ശരീരത്തിൽ വരുത്തുന്ന അലങ്കാരമാണ്. അവന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന അലങ്കാരത്തിന്റെ രത്നച്ചുരുക്കമാണ് തലമുടി പിന്നുക എന്നുള്ളത്, കേശാലങ്കാരം. പൊന്ന്, മുത്ത്, ആഭരണങ്ങൾ. പിന്നീട് പറയുന്നത് വിലയേറിയ വസ്ത്രം. വിലയേറിയ വസ്ത്രം എന്ന് പറയുന്നത് കുറച്ച് വില കൂടുതലോ കുറവോ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല, അത് ഓരോരുത്തരും ഇടുന്നതാണ് അതിന്റെ വില എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യത്തിൽ, അവണ്ണം സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. യോഗ്യമല്ലാത്ത വസ്ത്രമാണ് വിലയേറിയ വസ്ത്രമായാലും വില കുറഞ്ഞ വസ്ത്രമായാലും ഉള്ളത്. അതുകൊണ്ട് യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. അപ്പോസ്തലനായ പത്രോസും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ വസ്ത്രം ധരിക്കുന്നതിലല്ല എന്ന ഒരു പ്രയോഗം ഉണ്ട്. വസ്ത്രം ധരിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് ചിലർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വസ്ത്രം ധരിക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അതൊരു മുട്ടാപ്പോക്ക് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന യോഗ്യമായ വസ്ത്രം ധരിക്കണം. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന, മോടിയുള്ള വസ്ത്രം ധരിക്കുന്നതിലല്ല വിഷയം ഇരിക്കുന്നത് എന്നാണ്. അദ്ദേഹവും പറയുന്നത് എന്താണ്? നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, അല്ല എന്നാണ്. അതുകൊണ്ടല്ല എന്നാണ്.
അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാവുന്നതാണോ? അത് കുറച്ചെങ്കിലും ഇരിക്കട്ടെ എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. അത് നമ്മളുടെ സങ്കുചിതമായ മനസ്സിൽ നിന്നും നാം ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ സ്വന്തമായ വ്യാഖ്യാനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ആഭരണധാരണം ഒരിക്കലും ദൈവസഭയ്ക്ക് യോഗ്യമല്ല എന്ന് ഈ രണ്ട് അപ്പോസ്തലന്മാരും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടല്ല തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ആത്മീയമായ ഭക്തിയും ദൈവഭയവും ഉള്ളവരായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പുതിയ നിയമത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആഭരണം നീക്കിക്കളവി, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടുകൂടെ ഒരു നിമിഷം പോലും നടക്കുവാൻ സാധ്യമല്ല. എന്നിട്ട് അവിടെ വായിക്കുന്നത്, അവർ ഹോരേബ് മുതൽ ആഭരണം ധരിച്ചില്ല. ദൈവം വളരെ വ്യക്തമായി കൽപ്പിക്കുകയാണ് അവരോട്, നിങ്ങളുടെ ആഭരണം നിങ്ങൾ നീക്കിക്കളയണം. അപ്പോൾ അതിന് നമ്മുടെ ആഭരണത്തെ പിന്താങ്ങുന്ന വാദിക്കുന്ന ആളുകൾ പറയുന്നത്, അതവര് വിഗ്രഹം ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചു ആഭരണം, അതുകൊണ്ടാണ് ആഭരണം ധരിക്കരുത് എന്ന് പറഞ്ഞത് എന്നാണ്. ആഭരണം ധരിക്കുന്നില്ലെങ്കിൽ, അവരുടെ കയ്യിൽ ആഭരണമുണ്ട്, ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ആഭരണം നീക്കിക്കളയണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം നീക്കിക്കളഞ്ഞു. പക്ഷെ അത് അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അവർ ആഭരണം ധരിക്കാതിരുന്നു ഹോരേബ് മുതൽ. ഈ അവരുടെ കയ്യിലിരിക്കുന്ന ആഭരണം എടുത്ത് വിഗ്രഹം ഉണ്ടാക്കുന്നതാണോ എളുപ്പം, അവരുടെ കാതിലും കഴുത്തിലുമുള്ളത് പറിച്ചെടുത്ത് ആ വിഗ്രഹം ഉണ്ടാക്കുന്നതാണോ എളുപ്പം? അവരുടെ കയ്യിൽ സാധനം ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്ക് വിഗ്രഹം ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ടത് ധരിക്കാതിരിക്കണമെന്ന് അർത്ഥമില്ലല്ലോ, അവർക്ക് ധരിക്കാമല്ലോ. പക്ഷെ ഇവിടുത്തെ വിഷയം നിങ്ങൾ ആഭരണം ധരിക്കരുതെന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊള്ളുക. ആ കയ്യിൽ വെക്കുന്ന സാധനം വിഗ്രഹം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ദൈവം അത് കണക്കിലെടുക്കുന്നില്ല. നിങ്ങൾ ആഭരണം ധരിക്കരുത് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഈ ആഭരണം നിങ്ങൾക്ക് ദോഷമാണ്. നിങ്ങൾ ഡംബത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിക്കുമ്പോൾ യെശയ്യാ പ്രവചനം അതിന്റെ 3-ാം അധ്യായത്തിൽ നമുക്കതിന്റെ വളരെ വ്യക്തമായി ദൈവാത്മാവ് അമുഖാന്തരം ഉണ്ടാകുന്ന തെറ്റായിരിക്കുന്ന ദോഷവശങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ അഹങ്കാരത്തിന് വേണ്ടി, അവരുടെ ഡംബത്തിനു വേണ്ടി അത് ഉപയോഗിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് പറയുന്നത്, ഇത് കേവലം മലമായി തോന്നത്തക്ക നിലയിൽ ഇത് നികൃഷ്ടമാണ്. അതുകൊണ്ട് ആഭരണധാരണം പാടില്ല എന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ കർത്താവ്, വലിയവനായ ദൈവം ജനത്തോട് സംസാരിക്കുകയുണ്ടായി. അത് ഇസ്രായേലിന് ബാധകമായിരുന്നു. ഇസ്രായേൽ അത് നീക്കിക്കളഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ വീണ്ടും അത് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്കറിയാം. പിന്നീട് നാം കാണുന്നുണ്ട്, അവര് ആഭരണം ധരിച്ചാണ്. അവരുടെ ആഭരണധാരണത്തെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം അവരോട് പറഞ്ഞോ, ഇനിയും നിങ്ങൾ ധരിച്ചുകൊള്ളുക? ദൈവം അനുവദിച്ചോ? പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ആഭരണം ധരിച്ചോളാൻ പറയുന്ന ഒരു അനുവാദം കൊടുത്തതായിട്ട് അതിന്റെ ഒരു സൂചന പോലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ആഭരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഭാഗത്തും അതിന്റെ ദോഷവശങ്ങളും അത് തെറ്റായ ഒരു നടപടിയാണെന്നുള്ള കാര്യവുമാണ് വലിയവനായ ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. ദൈവം പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞ കാര്യം, ആ കൽപ്പന ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് മാറ്റം വരുത്തിയിട്ടില്ല. പഴയ നിയമത്തിൽ ദൈവം നൽകിയ അനേക നിയമങ്ങൾ, ന്യായപ്രമാണം, ആ ന്യായപ്രമാണത്തിൽ അനേക കാര്യങ്ങൾ നമ്മുടെ കർത്താവ് വന്നപ്പോൾ അവനതിന് മാറ്റം വരുത്തി. ആ കാര്യങ്ങൾക്ക് വ്യതിയാനം വരുത്തി, വ്യത്യാസം വരുത്തിയാണ് നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ചില കാര്യങ്ങളൊന്നും വ്യത്യാസപ്പെടുത്തിയിട്ടുമില്ല. ആ വ്യത്യാസപ്പെടുത്താത്ത ആ കർത്താവ് അതിന്
ഭേദഗതി വരുത്താത്ത വിഷയങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കും അത് ബാധകമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അരുത് എന്ന് ദൈവം പറയാത്തിടത്തോളം കാലം നാം അത് ആ വചനം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ആഭരണം ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇനിയും ധരിച്ചോളാൻ അനുവാദം കിട്ടാതെ പഴയ നിയമത്തിലെ ആളുകൾക്കാകട്ടെ പുതിയ നിയമത്തിലെ ആളുകൾക്കാകട്ടെ അത് ധരിക്കാൻ അവകാശമില്ല. അത് ധരിക്കുന്നത് വചനവിരുദ്ധമാണ്, കൽപ്പനാ ലംഘനമാണ്. ഇത്രയും ഗൗരവമായ വിഷയം ഇന്ന് ആളുകൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർ ഈ വിഷയത്തെ സ്പർശിക്കുന്നില്ല. അത് സ്പർശിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ലേശം പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കാം അവർ പറയാത്തത്. അനേക സ്ഥലങ്ങളിൽ ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാക്കി തീർത്തിരിക്കുന്നു. അടുത്ത സമയങ്ങളിൽ ഞങ്ങളുടെ മലബാറിലും, അതായത് കേരളത്തിന്റെ ഏറ്റവും വടക്കും കേരളത്തിന്റെ ഏറ്റവും തെക്കും 2 സ്ഥലം സഭകളിൽ ആഭരണമിട്ട് കല്യാണം നടത്തുന്ന സ്ഥിതി ഉണ്ടായി. ആഭരണമിട്ട് വേണം കല്യാണം നടത്താൻ. അത് 2 ദൈവദാസന്മാർ നടത്തിക്കൊടുത്തു. അഥവാ 2 സ്ഥലം സഭകൾ അത് നടത്തിക്കൊടുത്തു. ഞങ്ങളുടെ മലബാറിനെ സംബന്ധിച്ച് അത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ അതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ആഭരണം ഉപയോഗിച്ച് തന്നെ ധരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെടണം. ആഭരണം ഊരാതെ സ്നാനപ്പെടുന്ന അനുഭവം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഒരു സ്ഥലം സഭയിൽ അത് പാടില്ല എന്ന് പറഞ്ഞ ആഭരണമിട്ട് കല്യാണം നടത്തുവാൻ പാടില്ല, അത് നമ്മളുടെ ബ്രദറൻ പാറ്റേൺ അല്ല, നമ്മൾ ബ്രദറൻ പാറ്റേൺ അംഗീകരിക്കുന്നവരാണ്, അതുകൊണ്ട് ബ്രദറൻ ഉപദേശം അനുസരിച്ച് പോകുമ്പോൾ അതിനോട് താതാത്മ്യപ്പെട്ട് വേണം പോകാൻ, നാം ആഭരണം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ 5-8 ഭവനങ്ങൾ ആ സ്ഥലം സഭയിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വന്നു എന്നാണ് ഞാൻ അറിയുന്നത്. എത്ര ദാരുണമായിരിക്കുന്ന അവസ്ഥയാണ്. ഈ ആഭരണം വരുത്തി വയ്ക്കുന്ന വിന എത്ര വലുതാണ്. ഇത് ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. അത് ഒരിക്കലും നാം അംഗീകരിക്കുവാൻ പാടില്ലാത്ത കാര്യമാണ്. ആ കാര്യത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുകയും വളരെ കർശനമായിട്ടത് ചിലര് നിർബന്ധിച്ച് ദൈവദാസന്മാരെ കൊണ്ട് അങ്ങനെയുള്ള വിവാഹങ്ങൾ നടത്തിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഇടയിൽ അത് ദാരുണമായ കാര്യമാണ്. വേർപെട്ട വിശ്വാസികൾ, നമ്മുടെ പേര് തന്നെ വേർപാടുകാര് എന്നായിരുന്നു. എന്നാൽ ഇന്നാരും വേർപാട് സഭയാണ് ഞങ്ങൾ എന്ന് പറയാറില്ല. ബ്രദറൻ അസംബ്ലി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നതിപ്പോൾ ബ്രദറൻ ചർച്ചായി മാറിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തം വരുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും വേർപാടുകാരെന്നുള്ള പേര് ഇന്ന് നമുക്ക് നിഷിദ്ധമാണ്. നാം പലതിൽ നിന്നും വേർപെട്ടിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ വേർപെട്ടു വന്ന പല കാര്യങ്ങളിലേക്ക് നാം തിരിച്ചു പോയിരിക്കുകയാണ്. ആ നിലയിൽ അനേക കാര്യങ്ങൾ ലോകത്തോട് അനുകരണമുള്ളവരായിട്ട് നാം തീരുകയാണ്. ലോകത്തെ അനുകരിക്കുന്ന അനുഭവമായിട്ട് തീരുകയാണ്. നമ്മുടെ വിവാഹ വേദികളിലും ശവസംസ്കാര വേദികളിലും ആ പ്രദേശം മുഴുവൻ പുഷ്പം കൊണ്ട് അലങ്കരിക്കുകയും ശവപ്പെട്ടി മുഴുവൻ പുഷ്പം കൊണ്ട് മൂടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇടയിൽ കണ്ടുവരികയാണ്. നേരത്തെ അത് ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിവില്ല. ഞാൻ അത് അന്വേഷിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുഷ്പങ്ങൾ എപ്പോഴും ഹൈന്ദവ ആരാധനയോട് ബന്ധപ്പെട്ടതാണ്. ഹൈന്ദവ ആരാധനയോട് ബന്ധപ്പെട്ട പുഷ്പങ്ങൾ അവർക്ക് ആവശ്യമാണ്. അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ ഏത് കാര്യത്തിനും പുഷ്പം വേണം. അതനുകരിച്ചാണ് വിശ്വാസികളായിരിക്കുന്ന നമ്മളും പുഷ്പങ്ങളുടെ അലങ്കാരം, പുഷ്പങ്ങൾ കൊണ്ട് ശവപ്പെട്ടി അലങ്കരിക്കുക, വിവാഹവേദി അലങ്കരിക്കുക, വിവാഹം നടത്തുവാനായിട്ട് വരുന്ന നിയുക്ത വരനും നിയുക്ത വധുവും ഒരു കെട്ട് പുഷ്പങ്ങളുമായിട്ടാണ് കയറി വരുന്നത്. ഇതൊക്കെ ലോകത്തെ അനുകരിക്കുകയാണ്. അങ്ങനെ അനുകരിച്ച് നമ്മൾ വേർപാട് വിശുദ്ധി ഇല്ലാത്തവരായി നാം തീരുകയാണ് എന്നുള്ള ദുഃഖസത്യം, അപ്രിയ സത്യം
നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊക്കെ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതെന്തുമാകട്ടെ, അതുകൊണ്ട് നാം ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കാം. പുതുക്കം പ്രാപിച്ചവരായിട്ട് ജീവിക്കാം. പിതാക്കന്മാരിട്ട അതിൽ മാറ്റുവാനിടയാകാതെ, ആ പിതാക്കന്മാർ വിട്ടുപോകുന്നതിലേക്ക് നാം തിരികെ പോകുവാനിടയാകാതെ, ആ പിതാക്കന്മാർ വെറുതെ ചെയ്തതൊന്നുമല്ല. ദൈവവചനം വളരെ വ്യക്തമായി മനസ്സിലാക്കി ദൈവാത്മാവിനാൽ അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ പിതാക്കന്മാർ ചെയ്തത്. ആ കാര്യങ്ങൾ നാം പൂർണ്ണമായിട്ടും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുവാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം. ദൈവം അതിന് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. അടുത്ത ഒരു വിഷയത്തിലേക്ക് നാം വരുമ്പോൾ ധാരാളം വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ ദോഷം ചെയ്യുന്നതും ആയ വിഷയങ്ങളാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിവിശുദ്ധ വിശ്വാസത്തിന് തുരങ്കം വെക്കുന്ന വിഷയങ്ങൾ, ആ അതിപരിശുദ്ധ ഉപദേശത്തെ കാറ്റിൽ പറത്തുന്ന ഉപദേശങ്ങൾ, അതാണ് പ്രധാനമായിട്ട് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടത്. അടുത്തത് വളരെയധികം പ്രശ്നമുള്ള, പ്രയാസമുള്ള, അനേകര് ഇത് പറയുമ്പോൾ, തുറന്നു പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആ നിലയിലുള്ള ഒരു വിഷയമാണ്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ഉപേക്ഷണ കല്യാണം എന്നാണ്. ഉപേക്ഷണ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. അതുപോലെ ഭാര്യയും തൻ്റെ സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് വേറൊരു പുരുഷനെ സ്വീകരിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്നു. ഇതിനാണ് ഉപേക്ഷണ കല്യാണം എന്ന് ഉള്ള പേര് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങളും എല്ലാവരും സമ്മതിക്കും. അത് ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ വിവാഹം ചെയ്യുന്നതാണ്. ദൈവവചനത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ്, ഇങ്ങനെ ഒരു വിഷയം ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കുറ്റകരമായിരുന്നു. ഒരു ഭാര്യയോ ഒരു ഭർത്താവോ ആ ഭർത്താവിനെയോ ഭാര്യയോ കൂടാതെ മറ്റൊരു വ്യക്തിയുമായി ബന്ധം, അവിഹിത ബന്ധം ഉണ്ടാകുന്നത് ഇന്ത്യൻ പീനൽ കോഡ് അനുശാസിക്കുന്ന കുറ്റകരമായ കാര്യമായിരുന്നു. അവർക്ക് 7 വർഷം വരെ തടവും പണം പെനാൽറ്റി ആയിട്ട്, ശിക്ഷയായിട്ട് അടയ്ക്കുവാനായിട്ടുള്ള, പിഴ അടയ്ക്കുവാനായിട്ടുള്ള നിയമം ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നു. 2018 ആ നിയമത്തിന് നമ്മുടെ സുപ്രീം കോടതി മാറ്റം വരുത്തിയത്. അതുവരെയും ആ നിലയിലാണ് നമ്മുടെ ഭാരതത്തിലെ നിയമം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു പുരുഷൻ, ഈ നിലയിൽ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഗവൺമെന്റിന് പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥിതി വന്നു. ആ സ്ഥിതി വന്നപ്പോൾ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യം, ഞങ്ങൾ അനുവദിച്ചു തരാം നിങ്ങൾക്ക്, ഞങ്ങൾക്കിടെ അംഗീകാരമില്ലാതെ ഒരാൾക്കും ഇത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ ജീവിക്കാൻ കഴിയാതെ പിരിയണമെങ്കിൽ, ഡിവോഴ്സ് വേണമെങ്കിൽ ഞങ്ങളെ സമീപിക്കുക, കോടതിയെ സമീപിക്കുക, ഞങ്ങളത് നിങ്ങളെ പിരിച്ചു തരാം, എന്നിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. നേരത്തെ അത് പാടില്ല എന്ന് പറഞ്ഞ ആ നിയമം അവർ അമെൻഡ് ചെയ്ത് അത് മാറ്റം വരുത്തിയിട്ട് അവരിപ്പോൾ പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അനുവദിച്ചു തരാം, അവരനുവദിച്ചാൽ വിവാഹം കഴിക്കാം. ഇതെന്തൊരു നിയമമാണ്! ഇനി അതും പോയി 2018 വന്നപ്പോൾ അതൊന്നും വേണ്ട, ആരുമായിട്ടും ഏത് തരത്തിലുള്ള ബന്ധവും പുലർത്താം, ഒരു കുഴപ്പവുമില്ല, അതൊന്നും തെറ്റല്ല, കുറ്റമല്ല എന്നുള്ള നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ ദൈവവചനം അന്ന് നമ്മെ പഠിപ്പിച്ച ആ അതിവിശുദ്ധ ഉപദേശം ഇന്നും നിലനിൽക്കുകയാണ്. ദൈവം തമ്പുരാൻ അതിന് മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ വിഷയം നാം ഗൗരവതരമായി ചിന്തിക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിക്കാനായിട്ട് നാം ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസും ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്.
ആ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കി മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട ഭർത്താവ് പറഞ്ഞ ആ കാര്യം നമുക്ക് ഓർക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-11 വാക്യങ്ങൾ. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു. വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ, ഒരു പുരുഷൻ, ഒരു ഭർത്താവ് ഉപേക്ഷിച്ച് വേറൊരുത്തിയെ വിവാഹം ചെയ്താൽ അത് വ്യഭിചാരമാണ്. നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചാൽ അതും വ്യഭിചാരമാണ്. അതിലെ ഒരു വ്യത്യസ്തമായ കാര്യം കൂടെ പഠിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ കാര്യം പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ലൂക്കോസ് 16:18. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്താൽ അത് വ്യഭിചാരമാണ്. ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്താൽ അതും വ്യഭിചാരമാണ്. നമ്മുടെ ഇടയിലെ നമ്മുടെ വേദപണ്ഡിതന്മാരായിരിക്കുന്ന പലരും പറയുന്നത്, തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നാൽ, ഉപേക്ഷിക്കപ്പെട്ടു പോയാൽ അവർക്ക് വിവാഹം കഴിക്കാം. ആരായി അനുവാദം കൊടുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. വചനത്തിൽ പറഞ്ഞ ഇവിടെ കേട്ടല്ലേ, ഉപേക്ഷിച്ചവളെ, അവൾ കുറ്റക്കാരത്തിയല്ല, പക്ഷെ ഭർത്താവിന് അവളെ വേണ്ട, ഭർത്താവ് അവളെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ചാൽ, അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ത്രീയെ വേറെ ആരെങ്കിലും വിവാഹം ചെയ്താൽ അത് വ്യഭിചാരമാണ്. അപ്പോൾ തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് വിവാഹമാകാമെന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. നമ്മൾ പണ്ഡിതന്മാർ പറയുക അത് വ്യഭിചാരമല്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന ഒരനുഭവം. പത്രോസ് പറയുമ്പോൾ പൗലൂസിന്റെ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞത്, അവൻ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റ് തിരുവെഴുത്തുകളെ പോലെ ചിലര് അവരുടെ നാശത്തിനായിട്ട് അതും കോട്ടിക്കളയുന്നു. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പൗലൂസിന്റെ ഉപദേശങ്ങൾ, പൗലൂസിന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോട്ടിക്കളയുകയാണ്. ഇതുപോലെ ഈ വിഷയവും നമ്മുടെ ആളുകൾ അങ്ങനെ കോട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിലെ വ്യക്തമായ ഉപദേശമാണ്, കർത്താവിന്റെ കൽപ്പനയാണ്, കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച കാര്യമാണ് ഈ വ്യഭിചാരം വൃത്തി എന്ന് പറയാവുന്ന നിലയിലുള്ള വിഷയം. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ വേറൊരു പുരുഷനായാൽ അവൾ വ്യഭിചാരിണി എന്ന് പേർ വരും. അപ്പോൾ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ വേറൊരുത്തന്റെ ഭാര്യയായി തീർന്നാൽ അവൾ വ്യഭിചാരിണിയാണ്. നേരെ തിരിച്ചും ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് വേറൊരു വ്യക്തിയെ വിവാഹം ചെയ്താൽ അവൻ വ്യഭിചാരം ചെയ്യുന്നവനാണ്. അപ്പോൾ കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ ഈ കാര്യങ്ങൾ വകവയ്ക്കാതെ, അതിന് മുഖവിലക്കെടുക്കാതെ, ഇതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാനുഷിക പരിഗണനയും മാനുഷിക സഹതാപവും നിമിത്തം അനേക വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്ന, അതിനെ ശുപാർശ ചെയ്യുന്ന സ്ഥലം സഭകളും ദൈവദാസന്മാരും ഉണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ചെയ്യുന്നതാണ് ഈ കാര്യം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു വിഷയം പറയുന്നത്, കർത്താവ് പറഞ്ഞു പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്താൽ അവനാണ് വ്യഭിചാരി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം, പരസംഗ നിമിത്തം ഒരു വ്യക്തിയെ, ഒരു ഭാര്യയെ ഉപേക്ഷിക്കാം, എന്നിട്ട് അവന് വേറെ വിവാഹം കഴിക്കാം എന്ന് കർത്താവ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തിൽ പരസംഗ നിമിത്തം
ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട്, ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്യാം. കർത്താവ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് അതൊരു വിഷയമായിട്ട് നാം ഉപയോഗിക്കേണ്ടി വരുന്നത്. പരീശന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, ഏത് കാര്യം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണ്. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമല്ല, അങ്ങനെ ഉപേക്ഷിക്കരുത്. അപ്പോൾ അവരുടെ വാദം, മോശ അത് അനുവദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോശ അനുവദിച്ചത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ്. നിങ്ങൾ മോശയെ നിലത്ത് നിർത്തുന്നില്ല, അവനോട് പ്രശ്നമുണ്ടാക്കുകയാണ്. നിങ്ങളുടെ ഹൃദയകാഠിന്യം, നിവൃത്തിയില്ലാതെ അവൻ സമ്മതിച്ചതാണ്. മോശ കൽപ്പിച്ചതാണെന്നല്ല, മോശ നിങ്ങൾക്ക് നിയമം തന്നെന്നല്ല കർത്താവ് പറഞ്ഞത്. മോശ അത് അനുവദിച്ചു തന്നു, അനുവദിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കരുത്, ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. ഇവിടെ 2 വാക്കുകൾ വേദപുസ്തകത്തിൽ ഈ അവിഹിത ബന്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്, വാക്കുകളാണ്. ഒന്ന് പരസംഗം എന്നുള്ള വാക്കാണ്, മറ്റൊന്ന് വ്യഭിചാരം എന്നുള്ള പദമാണ്. ഈ 2 പദങ്ങളും നമ്മൾ മാറി മാറി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. പരസംഗം എന്ന വാക്ക്, അത് നമുക്ക് ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഡിക്ഷണറികളുണ്ട്. ആ നിഘണ്ടു, ഇപ്പോൾ ശബ്ദധാരാവലി എന്ന് പറയുന്ന മലയാള നിഘണ്ടു ഒരുവിധം നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു നിഘണ്ടുവാണ്. ആ നിഘണ്ടുവിൽ നമ്മൾ എടുത്തു നോക്കി പരസംഗം എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവിവാഹിതർ തമ്മിൽ നടത്തുന്ന അവിഹിത ബന്ധത്തിനാണ് പരസംഗം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കുന്നതിന് മുൻപ് വിവാഹിതരല്ലാത്തവർ, ഒരു സ്ത്രീയും ഒരു പുരുഷനും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി, അവര് നടത്തുന്ന അവിഹിത ബന്ധത്തിനാണ് പരസംഗം അഥവാ ഫോർണിക്കേഷൻ എന്ന് പറയുന്നത്. വ്യഭിചാരം എന്നുള്ള പദത്തിന് നോക്കിക്കോ, വിവാഹിതരായിരിക്കുന്ന ആളുകൾ സ്വന്തം ഇണകളുമായിട്ടല്ലാതെ നടത്തുന്ന അവിഹിത ബന്ധത്തിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. നമുക്ക് ഈ പദം ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ആ ഭാഷ അറിയാവുന്നവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിച്ചു നോക്കണം. അവിവാഹിതര് തമ്മിലുള്ള ബന്ധമാണ് ഫോർണിക്കേഷൻ അഥവാ പരസംഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്? അങ്ങനെയുള്ളവരെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കാമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? അതിന് നല്ല ഒരു ഉദാഹരണം നമുക്ക് ദൈവവചനത്തിൽ തന്നെയുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മാതാപിതാക്കളാണ്. അവർ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. പക്ഷെ യോസേഫ് മനസ്സിലാക്കി, ഭാര്യ പരസംഗം ചെയ്തു, അവൾ ഗർഭിണിയായി, അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവളെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഉപദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 2 പേരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് ഉപദേശം. പക്ഷേ യോസേഫ് നീതിമാനായതുകൊണ്ട്, മറിയയ്ക്ക് അപമാനം വരുത്തുവാൻ മനസ്സില്ലാത്തതുകൊണ്ട് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ ദൂതൻ വന്ന് അവനോട് പറയുകയാണ്, യോസേഫേ, നിന്റെ ഭാര്യയെ സ്വീകരിക്കുവാൻ നീ ശങ്കിക്കണ്ട. ഭാര്യയെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ അവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ നീ ചിന്തിക്കരുത്, ഉപേക്ഷിക്കരുത്. കാരണം എന്താണ്? അവൾ ഫോർണിക്കേഷൻ അഥവാ പരസംഗം ചെയ്തവളല്ല. ദൈവത്തിന്റെ പ്രത്യേക പ്ലാനും പദ്ധതിയുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് അവൾ പരസംഗം ചെയ്തിട്ടില്ല, നീ അവളെ ഉപേക്ഷിക്കരുത്. പരസംഗം ചെയ്തിരുന്നെങ്കിൽ നിനക്ക് അവളെ ഉപേക്ഷിക്കാമായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. പരസംഗം ചെയ്താൽ ഉപേക്ഷിക്കാം. എങ്ങനെ ഉപേക്ഷിക്കാം? അവൾ ചെയ്തിരിക്കുന്ന വിവാഹ ഉടമ്പടിയിൽ നിന്ന് അവന് പിന്മാറാം. ആ വിവാഹ ഉടമ്പടി അവിടെ ക്യാൻസൽ ആകുകയാണ്. അവിടെ അതിലൂടെ മുന്നോട്ട് പോകേണ്ട ആവശ്യം അവനില്ല, ഉത്തരവാദിത്വമില്ല. അവൻ ആ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കാം. അതാണ് ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം.
അല്ലാതെ വിവാഹത്തിന് ശേഷം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പരസംഗം നിമിത്തമാണ്, പരസംഗം എന്ന് പറഞ്ഞാൽ വ്യഭിചാരമെന്നും അർത്ഥമുണ്ട്, അതുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കാം, വേറെ വിവാഹം ചെയ്യാം എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. കർത്താവിൻ്റെ മേൽ ഇല്ലാത്ത കാര്യം ആരോപിക്കരുത്. ദൈവവചനം ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞത് പരസംഗം നിമിത്തം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണ്. വിവാഹ നിശ്ചയത്തിൽ നിന്ന് അതിന്റെ ഒരു ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം, നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. അതായത് യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും വിവാഹം നടന്നാൽ മതി. ആ ഒരു കാലയളവാണ് ഈ വിവാഹ നിശ്ചയ കാലയളവ്. ആ കാലയളവിൽ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അതിനെ കുറച്ചുകൂടെ വിശദാംശമായിട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ദൈവവചനം ഉള്ളതുപോലെ മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാനും നാം മനസ്സ് വെക്കണം. നാം അതിന് കൃപ ലഭിക്കണം. കർത്താവിന് വേണ്ടി സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഇടയാകണം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.